ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബോൺ ലേക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. രണ്ടുപേര് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ലേക്കിനടുത്തായിട്ടുള്ള ഒരു വീട് അവർ ബുക്ക് ചെയ്യുന്നു. ഒരാഴ്ച അവിടെ താമസിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ച് തിരിച്ചു പോകാന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും അവിടേക്ക് വരുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. അതുമല്ല, ആ ലേക്കിനൊരു പ്രത്യേകതയുണ്ട്. ആ ലേക്കിനുള്ളിൽ ഒരുപാട് മനുഷ്യരുടെ തലയോട്ടികളുള്ളതായിട്ടും ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഈ സ്റ്റോറിയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്നതിലുപരി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ട്വിസ്റ്റുകൾ, അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ മൂവിയല്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും സ്റ്റോറിയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടേക്കുക. അതായിരിക്കും നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കഥയുടെ തുടക്കത്തിലെ കാടിനുള്ളോട് രണ്ടുപേര്, അതൊരാണും പെണ്ണും, ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് അങ്ങനെ ഓടുകയാണ്. അതുമല്ല, രണ്ടുപേരുടെ ശരീരത്തും ഒരു തുണ്ട് വസ്ത്രം പോലും ഇല്ല. ഈ അവസ്ഥയിൽ അവർ രണ്ടുപേരും ഓടണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല വേഗതയിൽ തന്നെ ഓടുമ്പോൾ അവരുടെ പിറകെ ആരോ ഒരാള് ഈ അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ അവർ രക്ഷപ്പെട്ടിങ്ങനെ ഓടുന്നതും അതിൽ ആ ഒരു പയ്യനുണ്ടല്ലോ, ഒരവസരത്തിൽ അവൻ പേടിച്ച് ഈ ഒരു പെണ്ണിനെ വിട്ടിട്ട് മറ്റൊരു വഴിയെ ഓടുന്നു. ഇവളും പേടിച്ച് അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അധിക ദൂരം ഓടുന്നതിന് മുന്നേ തന്നെ ആ ഒരു പയ്യന്റെ മുതുകിലേക്ക് ആ ഒരാൾ അമ്പ് ചെയ്ത് വിടുകയാണ്. അവൻ താഴെ വീഴുന്നതും ഈ പെണ്ണ് അത് കണ്ടിട്ട് പേടിച്ച് മുന്നിലേക്ക് ഓടി വരുമ്പോൾ കാല് തട്ടി നേരെ വന്ന് വീഴുന്നത് ഒരു മരത്തിന്റെ മുകളിലേക്ക്. അതിന്റെ കൊമ്പ് തറച്ചു കയറി ആ പെണ്ണും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ശരീരം അവിടെ നിന്ന് വലിച്ചൊരു വീടിനകത്തേക്ക് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അതൊരു പ്രത്യേക ഷേപ്പിൽ കാണിക്കുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിങ്ങിന്റെ രൂപത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെ ശരീരം ഇട്ടേക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകനും നായികയും. നായികയുടെ പേര് സേജ്, നായകന്റെ പേര് ഡീഗോ. ഇവര് രണ്ടുപേരും ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ലേക്കിനടുത്തുള്ള ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ കാറിൽ പോവാണ്. ഇതിൽ നമ്മുടെ ഹീറോ ഡീഗോ ആണെങ്കിലോ ഒരു എഴുത്തുകാരനും, സേജിനാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ വീടിന്റെ അടുത്തേക്ക് വരുന്നു, കാറിന്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ട്. ഇപ്പോൾ ബാഗും കാര്യങ്ങളും കാറിൽ നിന്ന് എടുക്കുമ്പോൾ ഡീഗോ ഉണ്ടല്ലോ, അവൻ അവന്റെ ബാഗിൽ നിന്നും ഒരു മോതിരം എടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ രണ്ടുപേരും ഒരുപാട് നാളായിട്ട് ഒരുമിച്ച് തന്നെയാണ് കഴിയുന്നത്. അതുമല്ല, ഇപ്പോൾ ഡീഗോ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. എന്തായാലും അതിനും കൂടി വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവളെയും കൊണ്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും ആ ഒരു വീടിനകത്തേക്ക് കയറി. ഇവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിട്ട് ഡീഗോ പറയുന്നുണ്ട്, ഞാൻ ഇത് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ നോക്കിയിരുന്നു, വേറെ ആരും ഇത് ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡീഗോ നേരെ വീട്ടിലേക്ക് പോകുന്നതും സേജ് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം എടുത്തു വെക്കുകയാണ്. അപ്പോൾ അവളുടെ പിറകെ ആരും ഒരാളിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് അവൾ ഫ്രിഡ്ജ് അടയ്ക്കുന്നതും പെട്ടെന്ന് പേടിപ്പിക്കുന്നത് പോലെ ഡീഗോ അവിടെ നിൽക്കുന്നു. അതുപോലെ അവളുടെ ദേഹത്താണെങ്കിൽ ഡ്രസ്സൊന്നുമില്ല. അങ്ങനെ കുറച്ചു നേരം അവൾ അത് നോക്കി നിന്നിട്ട് അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം ആ ഒരു സീനെല്ലാം കാണിച്ചു കഴിഞ്ഞ് രണ്ടുപേരും കിടക്കുന്ന സമയത്താണ് വെളിയിൽ ഒരു കാറ് വരുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഡോറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവരെ പോലെ തന്നെ രണ്ടുപേരെ ഈ ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ വന്നിട്ട് ഹായ് എന്നിങ്ങനെ പറയുമ്പോൾ വന്നവരുണ്ടല്ലോ അവരിവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോഴും ഈ സ്ഥലം വൃത്തിയാക്കണം, ശരി ഞങ്ങൾ വെളിയിൽ നിൽക്കാന്ന് പറയുമ്പോൾ സേജ് പറയും, അല്ലല്ല ഞങ്ങളിവിടെ താമസിക്കുകയാണ് എന്ന് പറയുമ്പോൾ വന്ന രണ്ടുപേരുണ്ടല്ലോ അതിൽ ആ പെണ്ണ് അവനോട് ചോദിക്കും, അല്ല നമ്മൾ തെറ്റായിട്ടുള്ള സ്ഥലത്താണോ വന്നിട്ടുള്ളത്? അപ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ ബാർകോഡ് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോർ തുറന്നല്ലോ. അപ്പോൾ നമ്മുടെ സേജ് പറയും, സോറി നിങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു, ഞങ്ങളാണ് ഒരാഴ്ചത്തേക്ക് ഈ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും പറയും, സോറി ഞങ്ങൾ ഈ വീട് ഒരാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ വെളിയിലേക്ക് വന്നിട്ട് ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ വന്ന ഒരു പെണ്ണിന്റെ പേര് സീൻ എന്നും അതേപോലെ തന്നെ അവന്റെ പേര് വില്ലെന്നുമാണ്. ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നു. ഇനിയിപ്പോൾ വേറൊരു സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ 50 മൈൽ ദൂരം നമ്മൾ യാത്ര ചെയ്യണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും വീടിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് വില്ലേ നമ്മുടെ ഡീഗോയെ നോക്കിയിട്ട്, ഓക്കെ ഇപ്പോൾ ആർക്കാണ് ഈ വീട് വേണ്ടത് എന്ന് നമുക്ക് റോക്ക് പേപ്പർ സിസർ കളിച്ചിട്ട് നോക്കിയാലോ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ഈ കുട്ടികളെ പോലെ റോക്ക് പേപ്പർ സിസർ കളിക്കാനായിട്ട് വരികയാണ്. അപ്പോഴാണ് സീൻ പറയുന്നത്, അതെ കുറച്ചു നേരം നിൽക്കാവോ, നമുക്ക് ഈ കുട്ടികളെ പോലെ പെരുമാറിയതേ വലിയവരെ പോലെ ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് വില്ലിനോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ടാണ് രണ്ടുപേരും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ എന്തായാലും ഇത്രയും വലിയൊരു വീടാണ്, നമുക്കിത് എന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ, പിന്നെ അപരിചിതരെ പോലെ നമുക്ക് പെരുമാറാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവര് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പരിചയപ്പെടുകയാണ്. അതുമല്ല വന്നിട്ടുള്ള വില്ലുണ്ടല്ലോ അവൻ നല്ലൊരു പാചകക്കാരനാണെന്നും സീൻ ഇവരോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സേജിനും ഡീഗോയ്ക്കും അതെന്തായാലും ഓക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഇവർ 4 പേരും ഇവിടെ താമസിക്കുകയാണ്. ഇപ്പൊ ഇവർ ഈ ഒരു ലേക്കിൽ പോയിട്ട് കുളിക്കുന്നു. അതേപോലെ തന്നെ പല രീതിയിലുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളും
ഇങ്ങനെ ഓരോ ദിവസം ഇവർ ചെലവഴിക്കുന്നു. അപ്പോഴേക്കാണ് വില്ല് ഇവരോട് പറയുന്നത്, ഞാനിവിടെ വരുന്നതിന് മുന്നേ ഈ വീടിനെ പറ്റി കുറെ കാര്യങ്ങൾ നോക്കിയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ സ്ഥലത്ത് ഒരു സീരിയൽ കില്ലർ പണ്ട് താമസിച്ചിരുന്നു എന്ന്. അതുമല്ല, അവൻ ഒരുപാട് ആളുകളെ കൊന്ന് അവരുടെ തലയൊട്ടി ഈ ലേക്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുമല്ല, ഇവിടെ വന്ന ആളുകളുടെ കാറും മറ്റു കാര്യങ്ങളെല്ലാം ഈ ലേക്കിനടിയിലുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകേൾവിയാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ ലേക്കിനടിയിൽ കാണിക്കുമ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ 1-2 കാറുകളെല്ലാം കിടപ്പുണ്ട്. അപ്പൊ എന്തോ അവൻ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ സീൻ ഇപ്പോൾ ഒരു മീനെല്ലാം വൃത്തിയാക്കിയിട്ട് ഡീഗോയോട് സംസാരിക്കുന്നു. എന്നിട്ട് ഡീഗോയോട് പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് നീ ഒരു നല്ല ആളാണെന്ന് തോന്നുന്നു എന്നെല്ലാം അവനെ പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നു. അപ്പോൾ ഇവിടെ സീനെ കാണിക്കുമ്പോഴത്തേക്ക് അവളാണെങ്കിലോ സേജിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഡീഗോയെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, അവന്റെ എഴുത്തിൽ ഞാൻ അവനെ സഹായിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, ശരി അങ്ങനെയാണെങ്കിൽ നിനക്കും എഴുതിക്കൂടെ എന്നുള്ള രീതിയിൽ സീൻ ഇപ്പോൾ സേജിനോട് സംസാരിക്കുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡീഗോ അവന്റെ കാറിൽ നിന്നും ആ മോതിരം എടുക്കാനായിട്ട് വരുമ്പോൾ വില്ല് പെട്ടെന്ന് അവിടേക്ക് വരും. അപ്പോൾ ഡീഗോ അത് ഒളിപ്പിച്ച് വെക്കുമ്പോൾ അവൻ പറയും, സോറി ഞാൻ നിന്നെ പേടിപ്പിക്കാനായിട്ട് വന്നതല്ല, അല്ലാതെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഡീഗോ ഇതുപോലെ കാര്യം പറയുന്നത്, ഞാൻ അവളെ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നിങ്ങൾ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ വില്ല് പറയും, അങ്ങനെയാണല്ലേ, സോറി ഞാനത് തടസ്സപ്പെടുത്തിയല്ലേ എന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, നാളെ ഒരു ദിവസം വൈകുന്നേരം മാത്രം കുറച്ചു നേരത്തേക്ക് നിങ്ങൾ ഈ വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നാലേ ആ സമയത്ത് ഞാൻ അവളെ എന്തായാലും പ്രപ്പോസ് ചെയ്യും എന്ന് പറയുമ്പോൾ വില്ല് പറയും, അത് നല്ലൊരു ഐഡിയ ആണ്, എന്തായാലും നന്നായിട്ട് തന്നെ വരട്ടെ, ആ മോതിരം ഒന്ന് കാണിച്ചു തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡീഗോ അവൻ ആ മോതിരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡീഗോ പറയും, ഇതെന്റെ മുത്തശ്ശിയുടേതാണ്, പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൈമാറി വരുന്നത്, ഇതെന്തായാലും അവൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ സീനും സേജും ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ സീൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനും വില്ലും 8 വർഷമായിട്ട് ഒരുമിച്ചാണ് കഴിയുന്നത്, പറഞ്ഞു വരുമ്പോൾ വിവാഹം കഴിച്ചവരെ പോലെ തന്നെയാണ്. അതുമല്ല എന്റെ അച്ഛനാണെങ്കിൽ ഈ വില്ലിന് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അവനൊരു നല്ല ആളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും രാത്രിയിൽ റൂമിലിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് സീൻ എന്താ ചെയ്യുന്നത് എന്ന് ഡീഗോ ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ വെൽത്ത് മാനേജ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ പണക്കാരുടെ പണമെല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഈ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് സീൻ പെട്ടെന്ന്, അല്ല ഡീഗോ എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു നിന്റെ എഴുത്തില് അയാൾക്ക് എന്തെങ്കിലും നിന്നെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് പറയുമ്പോഴത്തേക്കാണ് ഡീഗോ പറയുന്നത്, എന്താ അദ്ദേഹമാണോ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് എന്ന് പറയുമ്പോൾ സീൻ പറയും, അങ്ങനെയാണെങ്കിൽ നിന്റെ എഴുത്ത് ഞാൻ അവനെ കാണിക്കാം എന്ന് പറയുമ്പോൾ ഡീഗോ പറയും, ഇല്ലില്ല അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ സേജ് പറയും, ഇല്ല അതെന്തായാലും നടക്കും, അതിനെന്താ കുഴപ്പം. അപ്പോൾ സീൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും നിന്റെ ബുക്ക് അയാൾക്ക് വായിക്കാനായിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കുറച്ചുകൂടി അടുക്കാണ്. കാരണം ഇങ്ങനൊരു ബന്ധം ഇടയിൽ വരുമ്പോഴത്തേക്കും പരസ്പരം എന്തായാലും ഇവർക്ക് നല്ലൊരു അടുപ്പം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ സേജ് വില്ലിനെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വില്ല് നേരെ സീനിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ ഉമ്മ വയ്ക്കുന്നതും ഇത് കണ്ട സേജിന് എന്തെന്നറിയത്തില്ല. അന്ന് രാത്രിയാകുമ്പോൾ അവൾ ബാത്റൂമിലേക്ക് ചെന്ന് അങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്യാണ്, അതും ആരെയും ആലോചിച്ചിട്ട്. അപ്പോഴേക്കാണ് റൂമിൽ ഉറങ്ങിക്കിടന്ന് നമ്മുടെ ഡീഗോ എഴുന്നേറ്റ് അവളെ തിരക്കി ബാത്റൂമിലേക്ക് വരുമ്പോൾ അവൻ ഈ കാര്യം കാണും. അപ്പോൾ അവൾ കാണാതെ ഒളിച്ചു നിന്ന് പിന്നീട് അവളുടെ പേര് വിളിച്ച് അടുത്തേക്ക് ചെന്നിട്ട്, അല്ല സേജ് ഞാനും കൂടി വരണമെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്തോ താല്പര്യം ഇല്ലാത്തതുപോലെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞ് ഡീഗോ ഇപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സീനുണ്ടല്ലോ അവൾ അവിടേക്ക് വന്നിട്ട്, ഡീഗോ നീ എന്തെങ്കിലും ചെയ്യുവാണെന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറ്റി, ഇല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും എടുത്തു തരുമോ എന്ന് പറഞ്ഞ് അവനെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് അവനോട് പറയുന്നത്, ഇതുപോലെ എൻ്റെ മേക്കപ്പ് ബാഗ് അവിടെ എവിടെയോ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കും. എന്നിട്ട് അവൾക്ക് എന്തോ അവനോട് താല്പര്യമുള്ള രീതിയിലാണ് അവളുടെ പെരുമാറ്റവും അതേപോലെ തന്നെ സംസാരിക്കുന്ന രീതി ഇതെല്ലാം അവൾ കാണിക്കുന്നത്. അങ്ങനെ അതെടുത്തിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ അവൾ വീണ്ടും ആ ഡോറിനടുത്ത് ഇങ്ങനെ നിൽക്കാണ്, അവന് പോകാൻ കഴിയുന്നില്ല. എന്നിട്ട് അവൾ പറയും അവളുടെ ഡ്രസ്സെല്ലാം എടുത്തു കൊടുക്കാനായിട്ട്. അങ്ങനെ ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോഴും അവന്റെ പുറകിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ഇങ്ങനെ പല രീതിയിലും അവനെ വശീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഡീഗോ ഇപ്പോൾ റൂമിൽ നിൽക്കാതെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. കാരണം അവന് സേജിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീൻ ഇപ്പോൾ എന്തോ ജ്യൂസും എടുത്ത് നേരെ സേജിനടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഇപ്പോൾ വെളിയിരുന്ന് ബുക്ക് വായിക്കാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ഒന്ന് ആ ജ്യൂസ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പോൾ സേജിനോട് സംസാരിക്കും, ഇതുപോലെ എൻ്റെ കോണ്ടാക്ട് കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ഡീഗോയെ സഹായത്തിനായിട്ട് വിളിച്ചിരുന്നു, അതുപോലെ ഞാൻ ടവലില്ലാതെ റൂമിൽ നിൽക്കുന്ന കാര്യം അവൻ കണ്ടുവെന്നില്ല, ഈ റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം സേജിനോട് പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്, എന്നിരുന്നാലും നീ പേടിക്കൊന്നും വേണ്ട, അവൻ നല്ലൊരാൾ തന്നെയാണ്, വേറെ ഒന്നും സംഭവിച്ചില്ല എന്നല്ല സീൻ ഇപ്പോൾ സേജിനോട് സത്യം ചെയ്യുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു കാമുകിക്കാതെ എങ്ങനെ സഹിക്കാൻ കഴിയും. അവൾ ആ രീതിയിൽ സേജിന്റെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡീഗോ അവിടേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരും ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും സീൻ ഇത് കണ്ട് ഞാൻ റൂമിലേക്ക് പോകുന്നു പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകും. അപ്പോൾ ഡീഗോ സേജിന്റെ അടുത്തേക്ക് വന്ന് തരുന്നുണ്ട്. അവളോട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അവളെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഡീഗോ പറയും, അതെ അവനും അങ്ങനെ തന്നെയാണ്, നീയും അങ്ങനെ തന്നെയാണ്, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾ ഇത്തിരി വിചിത്രമായിട്ടുള്ളൊരു സ്വഭാവകാരിയാണ്, ഒരു പ്രത്യേക വൈബ്. എന്നിട്ട് സേജ് പറയും, ഈ ആഴ്ച നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിലുണ്ടാവുന്നത് എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ഇപ്പോൾ രണ്ടുപേരെ
നമ്മളോടൊപ്പം താമസിക്കുന്നുണ്ട്, നമുക്കിവിടെ നിൽക്കണം, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഡീഗോ പറയും, അയ്യോ അത് ഇത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വേറെ ഒന്നുമല്ല, അവൻ ആ ഒരു ബുക്കിന്റെ കാര്യമായിട്ട് ഇവരെ സഹായിക്കാന്ന് അവർ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഡീഗോയ്ക്ക് ഇവിടെ വിട്ട് പോകാനായിട്ട് വലിയ താല്പര്യമില്ല. അവൻ പറയും, ഓക്കെ നമുക്ക് നാളെ ഒരു ദിവസം കൂടി നോക്കാം, എന്നിട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് ഇവർ നേരെ റൂമിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും അതിനകത്ത് സീനും വില്ല് വരുന്ന ഇങ്ങനെ ചെസ് കളിക്കുന്നു. അങ്ങനെ കളിക്കുമ്പോഴത്തേക്കാണ് ഇവർ വരുന്നത് കണ്ടിട്ട് അവർ രണ്ടുപേരും ചോദിക്കുന്നത്, ഏയ് നിങ്ങൾ ഗെയിം കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സേജ് പറയും, ഞാൻ കളിക്കും, പക്ഷേ ഡീഗോ അവന് കളിക്കാനൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഡീഗോ പറയാതെ ശരി തന്നെയാണ്, എനിക്കങ്ങനെ ഗെയിമൊന്നും കളിക്കാൻ അറിയത്തില്ല. അപ്പോൾ വില്ലും സീനും പറയും, ശരി നമുക്ക് ഈ വീട്ടിലൊരു ഗെയിം കളിച്ചാലോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറയുമ്പോൾ സേജും ഡീഗോയും പറയുന്നുണ്ട്, ഇല്ലില്ല ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതും സേജ് പറയും, എനിക്ക് കളിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഡീഗോയോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വില്ല് പറയും, ശരി നമുക്ക് എന്തായാലും ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിച്ച് അവസാനം ഇവർ കളിക്കാമെന്ന് പറഞ്ഞ് തയ്യാറായിട്ട് ഇപ്പോൾ ഗെയിം എന്താന്ന് വെച്ചാൽ ഈ വീടിനകത്തുള്ള മറ്റു മുറികൾ, തുറക്കാത്ത മുറികളുണ്ടല്ലോ, അതെല്ലാം തുറന്നിട്ട് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഡീഗോയും സേജും പറയും, അല്ല ഈ റൂമിന്റെ കീ ഇല്ലാതെ അതെങ്ങനെ തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ വില്ല് പറയും, അതിനൊരു ഐഡിയ ഉണ്ട്, ഒരു തടിയുടെ ചുറ്റിയിൽ കൊണ്ടുവന്നിട്ട് ദേ പൂട്ടിൽ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ മതി, അത് പെട്ടെന്ന് തുറക്കും, ഞാൻ യൂട്യൂബിലെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവരിപ്പോൾ 2 റൂമിന്റെ മുന്നിലേക്ക് വന്ന് ഇതിലേതാദ്യം തുറക്കണം എന്നും ചോദിച്ചിട്ട് ഒരു റൂം സെലക്ടും ചെയ്ത് ആ റൂം അവൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചുറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് തുറക്കാണ്. അങ്ങനെ ആ റൂമിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അതൊരു അഡൾട്ട് റൂമാണ്. എന്താന്ന് വെച്ചാൽ ഈ സെക്സ് ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഈ ഫാന്റസി സെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുറി. അപ്പൊ അതിനകത്ത് വന്നിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ ഡീഗോയും സേജും പറയും, ശരി നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട, വെളിയിലേക്ക് പോവാം, അതിലൊന്നും തുടയൊന്നും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ കൂട്ടി പെട്ടെന്ന് അടുത്ത റൂമിലേക്ക് ചെല്ലും. അങ്ങനെ ആ റൂമും അതേപോലെ തന്നെ അതിന്റെ ലോക്ക് ഉണ്ടല്ലോ, ആ തടി ചുറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി തുറന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു ഹൊറർ റൂമാണ്. അതിനകത്ത് ഈ ഓജോ ബോർഡ് അതേപോലെ തന്നെ കുറെ മെഴുകുതിരികളെല്ലാം വെച്ചിട്ടുണ്ട്. കൂടാതെ മരിച്ചവരെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങള്, പത്ര കട്ടിങ്ങുകള് ഇതെല്ലാം അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ സേജ് പറയും, സോറി ഇതുപോലെ ഒരു റൂം എന്തായാലും വേണ്ട, നമുക്ക് വെളിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഡീഗോ അടുത്തുള്ള ആ ഒരു പത്ര കട്ടിങ്ങുകളെല്ലാം ഇങ്ങനെ വായിച്ചു നോക്കും. അതിലെ ഒരു ബിസിനസ്മാൻ ആയിട്ടുള്ള റോബർട്ട് പ്രൈസ് അതേപോലെ തന്നെ അയാളുടെ ഭാര്യ മെർലിൻ 2 ആഴ്ചയ്ക്ക് മുന്നേ അവരെ കാണാതായെന്നുള്ള കാര്യം ഈ പത്ര കട്ടിങ്ങിൽ എഴുതിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും സേജും സീനും പറയും, ഹേയ് ഇത് സീരിയസ് ആയിട്ടാണോ, ഇത് എത്ര ദിവസം മുന്നേ നടന്നതാ, അതില് വർഷം ഒന്ന് നോക്കാൻ പറയുമ്പോൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥലത്ത് സംഭവിച്ചൊരു കാര്യമാണ്, അതിനെ പറ്റിയുള്ള ന്യൂസ് ആയിരുന്നു ഇത്. അങ്ങനെ അവിടെ നിന്നും ഇവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇനി അടുത്തൊരു മുറി തുറക്കണമെന്ന് വില്ല് ചോദിക്കുമ്പോൾ ഡീഗോയും സേജും പറയും, ഇല്ല മതി, നമുക്ക് ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മുറിയിലേക്ക് വരുന്നു. അങ്ങനെ ഉറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കാണ് സേജിനോട് ഡീഗോ രാവിലെ ആ ബാത്റൂമിൽ വെച്ച് നടന്ന കാര്യമുണ്ടല്ലോ അതിനെപ്പറ്റി ചോദിക്കും. അവൻ പറയും, ഞാനിതുപോലെ നിന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ ഒരിക്കലും താല്പര്യം കാണിച്ചില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, അല്ല നിങ്ങൾ ബോയ്സും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ലേ, പിന്നെന്തുകൊണ്ടാ ഞാൻ ചെയ്യുന്നത് പ്രശ്നം? അപ്പോൾ അവൻ പറയും, നീ ചെയ്യുന്നത് പ്രശ്നമല്ല, പക്ഷെ ഞാൻ വന്നപ്പോൾ നീ അതിന് താല്പര്യമില്ലാതെ കാണിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ നീ വേറെ ആരെ ആലോചിച്ചിട്ടാണ് ആ കാര്യം ചെയ്തത് എന്നെല്ലാം ചോദിച്ച് ഇവർ രണ്ടുപേരും വഴക്കായിട്ട് രണ്ടുപേരും 2 വശങ്ങളിലേക്ക് തിരിഞ്ഞങ്ങ് കിടക്കാണ്. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം സേജ് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഡീഗോ അടുത്തില്ല. അവള് നേരെ വെളിയിലേക്ക് ഡീഗോ അന്വേഷിച്ച് വരുന്നതും ഈ വീടിന്റെ പുറകു ഭാഗത്ത് ഒരു ഷവർ ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള, അവിടെ വില്ല് നിന്ന് കുളിക്കുന്നു. അപ്പൊ അവൻ ഡ്രസ്സൊന്നും ഇല്ലാതെ തന്നെ കുളിക്കുന്നത് ഇത് സേജ് കണ്ട് പെട്ടെന്ന് ഹേയ് സോറി എന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കും. അപ്പോൾ വില്ല് പറയും, ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല, എനിക്കത്ര നാണക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ തുണി വെച്ച് നിൽക്കുമ്പോൾ സേജ് തിരിഞ്ഞു നോക്കിയിട്ടാണ്, ഓക്കെ ഞാൻ എന്തായാലും അകത്തേക്ക് പോവാണെന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ല നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നീ ഡീഗോയെ കൂട്ടി കഴിക്കാനായിട്ട് വരണമെന്നും പറഞ്ഞ് ഇപ്പൊ ഇവർ 4 പേരും കഴിക്കുമ്പോഴത്തേക്കും സേജ് ഉണ്ടല്ലോ, അവള് വില്ലിനോട് എന്തോ താല്പര്യമുള്ളതുപോലെ അവനെ നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് വില്ല് സംസാരിച്ചിരിക്കുന്ന സമയത്ത്, ഹേ ഗൈസ് എനിക്കിപ്പോ ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് സീനുണ്ടല്ലോ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു മോതിരം എടുത്ത് കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് കാണുമ്പോൾ നമ്മുടെ സേജിനും ഒരു വല്ലാത്ത അവസ്ഥ, കാരണം ഇവിടെ വന്നിട്ട് ഇതുപോലൊരു കാര്യം ഒരിക്കലും ഡീഗോ അവളോട് ചെയ്തിട്ടില്ല. ഇപ്പോ വില്ല് സീനിനെ പ്രപ്പോസ് ചെയ്ത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട്. കൂടാതെ ഇവിടെയാണ് മറ്റൊരു കാര്യം, വില്ല് സീനിന് ഇട്ട് കൊടുത്തിരുന്ന ആ ഒരു മോതിരം ഉണ്ടല്ലോ, അത് വേറെ ആരുടെയും മോതിരമല്ല, നമ്മുടെ ഡീഗോ സേജിന് കൊടുക്കാൻ വെച്ചിരുന്ന അതേ മോതിരമാണ് എടുത്ത് അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് കാണുന്ന ഡീഗോ പെട്ടെന്ന് തന്നെ വില്ലിനോട് പറയും, വിൽ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, പെട്ടെന്ന് വെളിയിലേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ച് നമ്മുടെ വില്ലിനെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് പോകും. അങ്ങനെ വില്ലിനെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും വില്ല് ചോദിക്കും, അല്ല സുഹൃത്തെ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡീഗോ പറയും, എന്ത് കുഴപ്പമുണ്ടോന്നു? അല്ല നീ അവിടെ എന്താ ചെയ്തേ? എന്റെ മുത്തശ്ശിയുടെ മോതിരം നീ മോഷ്ടിക്കുകയും ചെയ്തിട്ട് അത് നിന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ? നീ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ശരിയല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ എന്റെ മോതിരം തിരിച്ചു വേണമെന്ന് പറയുന്നത്. വില്ല് പറയും, ഓക്കെ ശരി ശരി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് പറയണമെന്ന് ചോദിക്കുമ്പോൾ ഡീഗോ പറയും,
നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ആ മോതിരം മാത്രം മതി എന്ന് പറയുമ്പോൾ വില്ലു പറയും, ഓക്കെ ശരി, നീ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഞാൻ നിരാശനാണ്. അവൾ എനിക്ക് നഷ്ടപ്പെടുന്നുള്ള പേടി എനിക്കുണ്ട്. കാരണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടെല്ലാം അവൾ എന്നെ ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട്. അവളെ വിട്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തത്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ ഡീഗോ പറയും, നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അവരോട് പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് വില്ല് പറയുന്നത്, എടോ അവൾ എന്നെ ചതിക്കുമായിരുന്നു, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവൾ എന്നെ ചതിച്ചിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അവൾക്ക് മറ്റൊരാളുമായിട്ടൊരു ബന്ധമുണ്ട്, അവൾ പോകുമെന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ അവളെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തത്, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഡീഗോ പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ ഇതിപ്പോൾ അവരോട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ വില്ല് വീണ്ടും ഇവനോട് ക്ഷമ ചോദിച്ചിട്ട്, ഓക്കെ ഒരു 2-3 ദിവസം കൂടി, അത് കഴിഞ്ഞ് നിന്റെ മോതിരം ഞാൻ എങ്ങനെയായാലും തിരിച്ചു തരാം, അതുവരെ നീ ഒരിക്കലും ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഡീഗോയെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി. ഇപ്പോൾ ഡീഗോയും അതിന് സമ്മതിച്ച്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഡീഗോ വില്ലിനോട് സേജിനെ പറ്റിയുള്ള ഒരു കാര്യം പറയുന്നത്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതിന് മുന്നേ സേജ് അവളുടെ മുൻ കാമുകനെ ഒരു തവണ കണ്ടെന്നും അവനോടൊപ്പം ഉറങ്ങിയെന്നുള്ള കാര്യം പറയും. പക്ഷെ ആ കാര്യം ഞാൻ അറിഞ്ഞിട്ടും ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു, ഞങ്ങൾ അതിനെ മറികടന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഡീഗോയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് വില്ല് പറയും, ഓക്കെ ഡീഗോ, എനിക്ക് മനസ്സിലായി നിന്റെ അവസ്ഥ എന്താണെന്ന്, അതുകൊണ്ട് എന്തായാലും ആ മോതിരം 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരാം, ഇപ്പോൾ എന്തായാലും നമുക്ക് പോവാം, നീ ഒരിക്കലും അവരോട് പറയരുതെന്ന് പറഞ്ഞ് രണ്ടുപേരും തിരിച്ച് ഹാളിലേക്ക് വന്നിട്ട് ഇപ്പോൾ വില്ല് പറയും, ശരി ഞാൻ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ടൗണിലേക്ക് പോകുന്നുണ്ട്, ആരാ എന്നോടൊപ്പം വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സേജ് പറയും, ഞാൻ വരാന്ന്. ഇത് കേൾക്കുന്ന ഡീഗോയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. അതുപോലെ അവൻ്റെ മോതിരവും മോഷ്ടിച്ചു, അവൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കാരണം നമ്മുടെ ഡീഗോയ്ക്ക് അത്ര നല്ലതല്ല, അവ ആ രീതിയിലാണ് എല്ലാവരെയും നോക്കുന്നത് തന്നെ. അങ്ങനെ സേജും വില്ലും കാറും എടുത്ത് ഇവർ രണ്ടുപേരും ടൗണിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്താണ് വില്ല് സേജിനോട് ചോദിക്കുന്നത്, അല്ല സേജ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഡീഗോയെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും, അല്ല ഇപ്പോൾ എന്തോ പറ്റി അങ്ങനെ ചോദിക്കാനായിട്ട്? വില്ല് പറയും, ഇല്ല വേറൊന്നുമില്ല, ഡീഗോ സീനിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ അവളെ അസൂയപ്പെടുത്താനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ സേജ് ചോദിക്കും, അല്ല എന്ത് കാര്യം അവൻ പറഞ്ഞത്? അപ്പോൾ വില്ല് പറയുന്നത് എന്താണെന്നറിയോ, ഡീഗോ കുറച്ച് മുന്നേ അവനോട് പറഞ്ഞല്ലോ സേജിന് ഇതിനു മുന്നേ വേറൊരാളുമായിട്ടൊരു റിലേഷൻ ഉണ്ടായതെന്നും അവനോടൊപ്പം കിടന്ന് ഉറങ്ങിയെന്നും. ആ കാര്യം സീനിനോട് ഡീഗോ പറഞ്ഞതായിട്ട് വില്ല് പറയും. സത്യത്തിൽ വില്ലിനോടാണ് അതെല്ലാം പറഞ്ഞത്, പക്ഷേ അവനത് മാറ്റി പറയും, സീനിനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന്. അതും കൂടാതെ ഈ ബാത്റൂമിൽ നടന്ന ഇവള് മാസ്റ്റർവേഷൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ കാര്യവും അവളോട് പറഞ്ഞതായിട്ട് വില്ലിപ്പോൾ കള്ളം പറയും. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഡീഗോ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ ആ സമയത്ത് നീ അത് ചെയ്യുമ്പോൾ നീ മറ്റൊരാളെ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഒരിക്കലും അത് ഡീഗോ അല്ലാന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ നീ ആരെ പറ്റിയാ ചിന്തിച്ചത്, എന്നെ പറ്റിയാണോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പോൾ കാറിനടുത്തേക്ക് നിർത്തി അവൻ പെട്ടെന്ന് അവളോട് പറയും, നിനക്ക് എന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ കാർ നിർത്തി അവളോട് അങ്ങനെ പറയുന്നതും ആദ്യം നമ്മുടെ സേജ് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കത്തില്ല. പക്ഷെ എന്തോ ഇടയ്ക്ക് അവൾക്ക് അവനോടൊരു താല്പര്യം ഉള്ളതുപോലെ നമ്മൾ കണ്ടിരുന്നല്ലോ, അതുപോലെ തന്നെ അവൾ അവനിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കാണിച്ചിരുന്നില്ല. അതേസമയം വീട്ടിൽ കാണിക്കുമ്പോൾ ഡീഗോയുടെ അടുത്തേക്ക് സീൻ വന്നിട്ട് അവളുടെ ഡീഗോയോട് സേജിനെ പറ്റി സംസാരിക്കുകയാണ്. അവൾക്ക് നിന്നെ വിശ്വസിക്കണമെന്നുള്ള താല്പര്യമുണ്ട്, അവൾ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്നെല്ലാം ഇപ്പോൾ സേജിനെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യം ഡീഗോയോട് പറയാനായിട്ട് വരുമ്പോൾ അവൻ പറയും, അവളെന്തോ ചിന്തിക്കട്ടെ, ഞാനൊന്നും വലിയ കാര്യമാക്കില്ല എന്ന് പറയുമ്പോൾ സീൻ ഇപ്പോൾ ആ സംസാരം മാറ്റിയിട്ട് പതിയെ അവൻ്റെ ദേഹത്തേക്കെല്ലാം തൊട്ട് ഇപ്പോൾ അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഡീഗോ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അവനതിന് താല്പര്യമില്ലാത്ത രീതിയിൽ മാറിപ്പോകുന്നുണ്ടെങ്കിലും അവൾ അവൻ്റെ പിറകെ ചെന്ന് അവളുടെ ഡ്രസ്സെല്ലാം അഴിച്ചു കളഞ്ഞങ്ങനെ നിൽക്കുന്നതും ഇവിടെയും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. പിന്നീട് കാണിക്കുന്നത് വില്ലും സീനും ഇവർ രണ്ടുപേരും റൂമിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ട്വിസ്റ്റ് വരുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ക്ലോക്കിൽ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും രണ്ടുപേരും പെട്ടെന്ന് എഴുന്നേറ്റ് ആ റൂമെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കുന്നു. അതേപോലെ തന്നെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഡ്രസ്സ് മാറുന്നു, ഈ റൂമിലെ ബെഡ്ഷീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ട് ആ തറയെല്ലാം ക്ലീൻ ചെയ്ത് രണ്ടുപേരും ബ്രഷ് ചെയ്ത് നല്ലതുപോലെ വൃത്തിയായിട്ട് അത് കഴിഞ്ഞ് ബാഗ് പാക്ക് ചെയ്ത് വെളിയിലേക്ക് വരുന്നതും അവിടെയാണ് ഒരു കാര്യം, നമ്മുടെ സേജും ഡീഗോയും ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതാണ് സത്യത്തിൽ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ വില്ലും സീനും ഈ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ ഇവർ വരുന്ന കാര്യവും അവർ കാണുകയും ചെയ്തു. എന്നിട്ട് ഇവരറിയാതെ ആ ഒരു ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് അവർ രണ്ടുപേരും വെളിയിലേക്ക് പോകും. അവർ രണ്ടുപേരും വെളിയിലേക്ക് പോയതിനു ശേഷമാണ് ഡീഗോയും സേജും ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇവരതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഇതിനു മുന്നേ ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ
വീണ്ടും പ്രസന്റിൽ കാണിക്കുകയാണ്. സേജും വില്ലും വെളിയിൽ പോയിട്ട് ഇപ്പോൾ സാധനങ്ങളും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരും. വെളിയിലാണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. രണ്ടുപേരും വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ഡീഗോ സേജിനോട് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോയിട്ട് വരാണ്ട് ഇത്രയും താമസവും ഇത്രയും നേരം നിങ്ങൾ എന്താ ചെയ്തേ എന്ന് സംശയത്തോടെ ഡീഗോ സേജിനോട് സംസാരിക്കുമ്പോൾ അവൾ പറയും, ഞങ്ങൾ അധികം നേരം നിന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളും റൂമിനകത്തേക്ക് കയറി പോവാണ്. ഇപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ഡീഗോയ്ക്കും സേജിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസം ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ടു. കാരണം ആ രീതിയിലാണ് വില്ലും സീനും ഇവരോട് രണ്ടുപേരോട് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് പരസ്പരം എന്തായാലും വിശ്വാസം നഷ്ടപ്പെടും. ഇപ്പൊ കാണിക്കുമ്പോൾ സേജ് അവളുടെ റൂമിൽ കിടന്നിട്ട് നല്ലപോലെ കരയുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോഴേക്കും സീൻ അവിടേക്ക് വന്ന് അവളോട് സംസാരിക്കും. അപ്പോൾ സേജ് അവളോട് ചോദിക്കുന്നുണ്ട്, ഡീഗോ നീയോ ആയിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഡീഗോയും വില്ലും ഹാളിലിരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഡീഗോ, അല്ല എൻ്റെ മോതിരം എപ്പോഴാണ് തരാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വില്ലു പറയും, അതെ അതെ ഞാനത് ഉടനെ തന്നെ തരാം, ഞാനതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും ഇവിടെ ഇപ്പോൾ സേജ് അവളുടെ കാമുകനായിട്ട് അവൾക്ക് സംഭവിച്ച കാര്യമുണ്ടല്ലോ, ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതിന് മുന്നേ ആ ഒരു കാമുകൻ ഇവളെ കാണാൻ വന്നെന്നും രണ്ടുപേരും ഒരുമിച്ച് കിടന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല, ഞാനും ഡീഗോയും നല്ല രീതിയിൽ തന്നെയാണ് പിന്നീട് മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം പറഞ്ഞ് അവൾ വിഷമിക്കുമ്പോൾ സീൻ ഇപ്പോൾ എന്തോ ഒരു മരുന്നെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അത് ഡ്രഗാണ്. എന്നിട്ട് അത് കഴിക്കാൻ പറയും, നിന്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് അതാണ് നല്ലതെന്നും പറഞ്ഞ് അത് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ ഈ ഡ്രഗ് നല്ലതുപോലെ ഇവർ രണ്ടുപേരിലും പ്രവർത്തിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ചിരിച്ചും കളിച്ചും നേരെ വെളിയിലേക്ക് വരും. ഹാളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഡീഗോ സേജിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും സീൻ പറയും, ഇല്ലില്ല ഇന്ന് ഞങ്ങളുടെ രാത്രിയാണ് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ കിടന്ന് ഓടിക്കളിച്ചിട്ട് അവസാനം പറയും, ശരി ഞങ്ങൾ രണ്ടുപേരും നീന്താൻ പോകുന്നെന്നും പറഞ്ഞ് ഈ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അതുമല്ല ഓടി ആ ഒരു പുഴയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ സീനിപ്പോൾ സേജിനെ തള്ളിയങ്ങ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് സീനും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് നീന്തുമ്പോഴത്തേക്കും സേജ് എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. കാരണം അവള് വെള്ളത്തിനടിയിൽ എന്തോ ഒരു കാര്യത്തിൽ ചവിട്ടി നിൽക്കുകയാണ്. കാണിച്ചു തരുമ്പോൾ എന്താണെന്നറിയോ, ഇതിനു മുന്നേ ഈ വെള്ളത്തിനടിയിൽ ഒരു കാറ് മറിഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നല്ലോ, അതിന് മുകളിലാണ് അവൾ ചവിട്ടി നിൽക്കുന്നത്. അതെന്താണെന്നറിയാനുള്ള സംശയം അവൾക്കുണ്ട്. അപ്പോൾ സേജ് സീനിനോട് ചോദിക്കും, അല്ല സത്യം പറയും, നീയും ഡീഗോയും തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ സീൻ പതിയെ സേജിനടുത്തേക്ക് വന്നിട്ട് അവളെ ഉമ്മ വയ്ക്കുകയാണ്. ഇപ്പോൾ സേജിന് എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. അപ്പോഴേക്കും അകത്ത് ഡീഗോ കുറെ നേരം ആ ജനാലയുടെ അടുത്തേക്ക് നിന്നിട്ട്, ശരി ഞാൻ എന്തായാലും അവരെ പോയി നിന്ന് നോക്കാൻ പോവാണെന്ന് പറയുമ്പോൾ വില്ല് അവനെ തടഞ്ഞിട്ട് പറയും, ഇല്ലില്ല നീ നിൽക്ക്, നീ ഇപ്പോഴേ അവിടെ പോകുന്നതിനാ, അവരാ ഡ്രഗ് നല്ലതുപോലെ ഒന്ന് ആസ്വദിക്കട്ടെ, ഇന്ന് അവർക്കുള്ള സമയമല്ലേ എന്നെല്ലാം പറയുമ്പോൾ ഡീഗോ പറയും, ഇല്ലില്ല ഞാൻ എന്തായാലും അവരെ പോയി നോക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഡോറും തുറന്ന് വെളിയിലേക്ക് വരും. അങ്ങനെ ഡീഗോ ആ ഒരു പുഴയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവിടെ നോക്കുമ്പോൾ ഇവരെ രണ്ടുപേരും അവിടെ കാണുന്നില്ല. അങ്ങനെ ഡീഗോ സേജിന്റെ പേര് വിളിച്ച്, സേജ് നീ എവിടെയാന്ന് ചോദിച്ച് അവിടെ ഇല്ല ഇങ്ങനെ നടന്നിട്ട് അടുത്തൊരു ചെറിയ വീടുണ്ട് അവിടേക്ക് ചെന്നിട്ട് ആ വീട് തുറന്ന് അതിനകത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് അവരെ രണ്ടുപേരെ കാണുന്നില്ല. അപ്പോൾ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് മുകളിൽ സീൻ നിൽക്കുന്നു. അപ്പോൾ അവളോട് ചോദിക്കും, സീൻ സേജ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരെ കുറിച്ച് സംസാരിക്കാനെന്ന് പറയും. അപ്പോൾ ഡീഗോ എന്താ ചെയ്യുന്നത് വെച്ചാല് അവിടെ നിന്ന് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ സേജിനെ കാണിക്കുമ്പോൾ അവൾ എങ്ങനെയോ ഇവർ കഴിയുന്ന ആ ഒരു വീടുണ്ടല്ലോ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെയുള്ള ടേബിളിൽ ഒരു കണ്ണട ഇരിക്കുന്നു. അതെടുത്ത് അവൾ കണ്ണിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. എന്നിട്ട് അവൾ ഇവിടുന്ന് അടുത്ത റൂമിലേക്ക് പോവാണ്. ഇവിടെ ഡീഗോയെ കാണിക്കുമ്പോൾ ഡീഗോയുടെ പുറകെ തന്നെ സീന് നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഡീഗോയി നടന്ന അവസാനം തന്റെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും സേജ് അവിടെ നിന്നിട്ട് അവളുടെ മുടിയെല്ലാം ഇങ്ങനെ ഉണക്കാണ്. അപ്പോഴേക്കാണ് ഡീഗോ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ സേജ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം, അടുത്തൊരു മഴയും കാറ്റും വരുന്നതിന് മുന്നേ നമുക്ക് പോവാന്ന് പറയുമ്പോൾ സേജ് ചോദിക്കും, അല്ല ഡീഗോ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് പറയാൻ പറയുമ്പോൾ അതെല്ലാം പോകുന്ന വഴിക്ക് നിനക്ക് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ അപ്പോൾ സേജ് പറയും, ഡീഗോ എനിക്കിപ്പോൾ ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ പറയുമ്പോൾ ഡീഗോ ചോദിക്കും, സേജ് നീ എന്താ ഇപ്പൊ ഇങ്ങനെയല്ല പറയുന്നത് എന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വില്ലും സീനോ അകത്തേക്ക് കയറി വരുന്നത്. അത് ഇവരോട് ചോദിക്കാതെ. അപ്പോൾ ഇവരെ രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ, ഹേ ഗൈസ് ഈ കാറ്റെല്ലാം നല്ലതുപോലെ തന്നെ അടിച്ചതുകൊണ്ട് പവർ കട്ടായി, അതുകൊണ്ട് നമുക്ക് തീയെല്ലാം കൂട്ടിയിട്ട് ഒരിടത്ത് ഇരുന്നാലോ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുമ്പോൾ ഡീഗോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് മെയിൻ സ്വിച്ച് ഒന്ന് പരിശോധിച്ചിട്ട് വരാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞ് ഡീഗോ പോകാനായിട്ട് വരുമ്പോൾ സീൻ പെട്ടെന്ന് അവനെ തടഞ്ഞിട്ട്, ഇല്ലില്ല നീ പോണ്ട ഞാൻ പോവാന്നും പറഞ്ഞ് അവൻ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അതുപോലെ സീനാണെങ്കിലോ ഇവരുടെ അടുത്ത് നിന്ന് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഡീഗോ സീനോട് പറയും, സീൻ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ, നീ ഒന്ന് മാറി നിൽക്കാൻ പറയുമ്പോൾ സീൻ പെട്ടെന്ന് ആ ഒരു മുറിയിൽ തന്നെ തിരിഞ്ഞു നിൽക്കാണ്. അപ്പോൾ ഡീഗോ പറയും, ഇങ്ങനെയല്ല നീ ഒന്ന് വെളിയിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്ന് ഡോർ അങ്ങടയ്ക്കും. അങ്ങനെ സീനിനെ വെളിയിലാക്കിയിട്ടാണ് ഡീഗോ അവളോട് ചോദിക്കുന്നത്, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു ചോദിക്കും, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ സീനാണെങ്കിലോ ആ ഡോറിനടുത്ത് നിന്നിട്ട് ചെവി വെച്ച് ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാണ്.
കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് വില്ല് അവിടേക്ക് വരുന്നത്. അപ്പോൾ വില്ല് പറയും എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവർ രണ്ടുപേരും നല്ലതുപോലെ വഴക്കിടുന്നുണ്ട് എന്ന് സീൻ സന്തോഷത്തോടെ പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഡീഗോയും സേജും രണ്ടുപേരും വഴക്കിടാണ്. ഇപ്പോൾ സേജ് പറയും എനിക്കറിയാം നീ സീനുമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് എന്നും പറഞ്ഞ് ഇവർ അങ്ങോട്ട് കേട്ട് വഴക്കൂടുമ്പോഴത്തേക്കും സത്യത്തിൽ സീനിനും വില്ലിനും വേണ്ടിയിരുന്നത് ഇതായിരുന്നു. ഇവർ രണ്ടുപേരും സന്തോഷത്തിലെ വെളിയിൽ കിടന്ന് ഡാൻസ് എല്ലാം കളിക്കുകയാണ്. അങ്ങനെ കുറെ നേരം രണ്ടുപേരും അകത്തിരുന്ന് വഴക്കുണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമ്മുടെ ഡീഗോ ഇപ്പോൾ കഥക് തുറന്നു വരും. അപ്പൊ ഇവർ ചോദിക്കുക അല്ല എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡീഗോ പറയും ദേ അവൾ എന്നോട് വഴക്കിട്ട് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി, നിങ്ങൾ ഒന്ന് ചെന്ന് അവളെ വിളിച്ചോണ്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ വില്ലൻ സീനും പറയും ഓക്കെ ഡീഗോ നീ വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഡോറും തുറന്ന് വെളിയിലേക്ക് പോകും. രണ്ടുപേരും വെളിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡീഗോ ഓടി ആ ഒരു കട്ടിലിനടിയിൽ നിന്നും സേജിനെ വിളിച്ച് വെളിയിലേക്ക് ഇറക്കാണ്. സത്യത്തില് സേജും ഡീഗോയും വെറുതെയാണ് ഈ ഒരു വഴക്ക് അവിടെ ഉണ്ടാക്കിയത്, ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ഇവർ പോകുന്ന ഗ്യാപ്പിൽ ഇവർക്ക് രണ്ടുപേർക്കും പുറത്തു പോകണം. അങ്ങനെ അവർ രണ്ടുപേരും വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഡീഗോയും സേജും പറയുന്നത് അവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല, കാരണം സീനിന് കണ്ണ് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിന്നെ റൂമിലേക്ക് കൊണ്ടുപോയത്, അത് വെറുതെയാണ്, അവളുടെ ഗ്ലാസ്സിന് പവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ സേജ് ഈ മുറിയിലേക്ക് വരുമ്പോൾ ആ കണ്ണെടുത്ത് വെച്ച് നോക്കിയിരുന്നല്ലോ, അപ്പോൾ അവൾക്ക് എന്തൊരു കാര്യം മനസ്സിലായി, അതാണ്. അങ്ങനെ രണ്ടുപേരും പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സേജ് ഡീഗോയോട് ചോദിക്കുന്നത് ഓക്കെ ഞാൻ നിന്നോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, വില്ല് എന്നോട് പറഞ്ഞിരുന്നു നീ സീനുമായിട്ട് കിടന്നെന്ന്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഡീഗോ പറയും ഇല്ലില്ല അതൊരിക്കലും സത്യമല്ല, അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഒരിക്കലും ഞാൻ അവളോട് കിടന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും സേജ് പറയും ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ബാത്റൂമിൽ വെച്ച് ഞാൻ മാസ്റ്റർബേഷൻ ചെയ്ത കാര്യം അതിനെപ്പറ്റി ആരാ സീനോട് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല ഞാൻ ആ കാര്യം സീനിനോട് പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ വില്ലിനോട് പറഞ്ഞു, അത് ആ ഒരു സാഹചര്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അതേപോലെ തന്നെ നിന്റെ കാമുവിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു, ഇതല്ലാതെ ഞാൻ വേറൊന്നും സീനിനോട് പറഞ്ഞിട്ടില്ല, വില്ലിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സേജ് മാസ്റ്റർബേഷൻ ചെയ്ത കാര്യം എങ്ങനെ ഇവരറിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ റൂമിനകത്ത് ക്യാമറ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ക്യാമറയുണ്ട്. അപ്പോഴേക്കും ഇവർ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഇനി ഒരു മുറിയും കൂടി ഈ വീട്ടിൽ തുറക്കാനുണ്ട്, അന്ന് ഗെയിം കളിച്ചപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ, മൂന്നാമത്തെ മുറി, പക്ഷെ അത് നമ്മൾ തുറന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ മൂന്നാമത്തെ മുറിയുടെ അടുത്തേക്ക് വന്ന് അതും ഇതുപോലെ ആ ഒരു ചുറ്റിയൽ കൊണ്ടടിച്ച് അത് തുറന്ന് ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്, ഇതിനകത്താണ് അവരുടെ എല്ലാ സെറ്റപ്പുകളും ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ക്യാമറ, അതിന്റെ CCTV ഫുട്ടേജ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. കൂടാതെ ഒരുപാട് ബുക്കുകൾ, പിന്നെ ഈ വീട്ടിൽ ഇതിനു മുന്നേ വന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട്, കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാര്, ഇവരുടെ എല്ലാവരുടെയും ചിത്രങ്ങളും ആ റൂമിനകത്തുണ്ട്. അതുപോലെ നമ്മുടെ സേജ് നോക്കുമ്പോഴത്തേക്കും സത്യത്തില് ഈ വീട് ആരുടേതാണെന്നറിയോ, അത് സീനിന്റെയും വില്ലിന്റേതാണ്. അപ്പോഴാണ് ഡീഗോ ആ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു കമ്പ്യൂട്ടറിലെ ഓരോ ഫയലുകൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കാണുന്നത് വേറെ ഒന്നല്ല, ഇതിനു മുന്നേ ഈ വീട് ബുക്ക് ചെയ്ത കപ്പിൾസ്, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര്, ഇവരെല്ലാവരും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതെല്ലാം ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നവരായിട്ട് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇവർ കാണുന്നത്. അതേപോലെ തന്നെ സേജ് ബാത്റൂമിൽ വെച്ച് ചെയ്ത ആ ഒരു കാര്യം, പിന്നീട് ഇവർ രണ്ടുപേരും ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഇവരെ പറ്റി സീനും വില്ലും നല്ലതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവരോട് സംസാരിച്ചത്. അതുമല്ല നമ്മുടെ ഡീഗോയോട് അവന്റെ നോവലെല്ലാം മറ്റൊരാളെ കൊണ്ട് വാങ്ങിപ്പിക്കാം, അല്ലെങ്കിൽ അവന്റെ നോവലുകളെല്ലാം വിറ്റഴിക്കാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം ചോദിക്കാം, അയാളുടെ പേരുടെ സുഹൃത്താണെന്നെല്ലാം പറഞ്ഞതല്ലോ, അതെല്ലാം വെറുതെയാണ്. ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് പോവാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും ഇവരോട് പല രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്കും സീനും വില്ലും അകത്തേ കയറി വന്ന് കൈയെല്ലാം അടിച്ചിട്ട് ഹേയ് നിങ്ങൾ രണ്ടുപേരും നല്ലതുപോലെ കളിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും വേറൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഗെയിം മാത്രമാണിത്. അപ്പോൾ നമ്മുടെ ഡീഗോ ചോദിക്കും നിങ്ങൾ ഇതിനു മുന്നേ ഈ കാര്യം എത്ര പേരോട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും 6ൽ കൂടുതൽ പേര്. അപ്പോഴേക്കും ഡീഗോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ഗെയിമിൽ ഞാൻ ഒരിക്കലും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോവാണ്, ഞങ്ങളുടെ കാറിന്റെ കീ തരാൻ പറയുമ്പോൾ വില്ലു പറയും ഇല്ല നിങ്ങൾ ഈ ഗെയിമിൽ തോറ്റുപോകും എന്ന് പറയുമ്പോൾ സേജും ഡീഗോയും പറയും ഇല്ല ഞങ്ങൾ ഒരിക്കലും ഈ ഗെയിമിൽ തോക്കാൻ പോകുന്നില്ല, കാരണം ഞങ്ങളിപ്പോൾ ജയിച്ചു നിൽക്കാണ്, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗെയിമിൽ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്ക് പോകണം, കീ തരാൻ പറയുന്നതും വില്ല് പറയും ഓക്കെ ശരി അവരെന്തായാലും പറഞ്ഞതുപോലെ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് കാറിന്റെ കീ അങ്ങ് കൊടുക്കും. അതുമല്ല പോകാനായിട്ട് വരുമ്പോഴത്തേക്കും വില്ല് ഡീഗോയോട് പറയുന്നുണ്ട് അല്ല നീ പോയി കഴിഞ്ഞാൽ നിന്റെ മോതിരം എങ്ങനെ കിട്ടും. അപ്പോൾ വില്ല് പറയും അതിനു വേണ്ടിയിട്ട് ഞാൻ പിന്നീട് തിരിച്ചു വരാമെന്നും പറഞ്ഞ് രണ്ടുപേരും കാറിനകത്തേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് കാറിന്റെ ബാറ്ററി പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാലേ ഇവർ വന്ന ഈ കാറിന്റെ ബാറ്ററി ഉണ്ടല്ലോ അത് കുറെ നേരം ആരോ ഊരിയിട്ടിരുന്നു, അതുകൊണ്ട് തന്നെ ബാറ്ററി ഇപ്പോൾ പകുതിയായി, ഇതുകൊണ്ട് കുറച്ചു ദൂരം മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ എന്ന് ഡീഗോ സേജിനോട് പറയുമ്പോൾ സേജ് പറയും എന്ത് തന്നെ ആവട്ടെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് വരുമ്പോൾ വില്ല അവിടേക്ക് വന്നിട്ട് ഓ അപ്പോൾ നിങ്ങൾ പോവാണല്ലേ, അങ്ങനെ നീ പോയി കഴിഞ്ഞാലേ സേജുമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നീ അറിയാതെ പോവും, കാരണം ഞങ്ങൾ രണ്ടുപേരും കാറിൽ സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ
സേജ് പറയും ഇല്ല ഡീഗോ, നീ ഒരിക്കലും അവനെ വിശ്വസിക്കരുത്, അവൻ കള്ളം പറയാമെന്ന് പറയുമ്പോൾ വില്ലു പറയും ഇല്ലില്ല, ഞാൻ സത്യമാണ് പറയുന്നത്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, കാറിൽ ഞങ്ങൾ അത് ചെയ്ത കാര്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡീഗോ ഇപ്പോൾ അവനെ വിശ്വസിക്കുന്നത് പോലെ സേജിനെ എങ്ങനെ നോക്കാണ്. അപ്പോൾ സേജ് പറയും ഇല്ല ഡീഗോ, ഞാൻ സത്യം പറയാണ്, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഇപ്പോൾ വില്ല് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വീണ്ടും അടിച്ച് പിരിയണം, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ ഡീഗോ പറയും ഇല്ല, ഞാൻ അവളെ വിശ്വസിക്കുന്നുണ്ടെന്നും പറഞ്ഞ് കാറ് റിവേഴ്സ് എടുത്ത് അങ്ങനെ പോവാണ്. അങ്ങനെ കാറ് റിവേഴ്സ് എടുത്ത് പുറകിലേക്ക് വരുന്നതും പെട്ടെന്ന് മറ്റൊരു കാർ വന്ന് ഇവരുടെ കാറിലേക്ക് ഒരു ഒറ്റയടി, അത് വേറെ ആരുമല്ല സീനായിരുന്നു. അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന രണ്ടുപേരെയും അവർ വലിച്ചെടുത്തോണ്ട് പോയിട്ട് ആ കാറിൽ നിന്നും വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറെ കഴിഞ്ഞ് രണ്ടുപേരുടെയും ബോധം വരുമ്പോൾ അവരുടെ കൈയും കാലെല്ലാം ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നു. കണ്ണു തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡീഗോ ഉണ്ടല്ലോ, അവന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വില്ല് ചോദിക്കും നിന്റെ കാലിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഡീഗോ പറയും അല്ല, ഞങ്ങൾ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങളോട് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വില്ലു പറയും അതിന് വ്യക്തിപരമായിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇതൊരു ഗെയിമിന്റെ ഭാഗം മാത്രമാണ്. ഇതിലൂടെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് പരസ്പരം നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, അത് മാത്രമേ ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കപ്പിൾസും ഞങ്ങളോട് ഈ ഗെയിം കളിച്ചിട്ടുണ്ട്, പക്ഷെ ആരും അത് പൂർത്തിയാക്കിയിട്ടില്ല. അവരെല്ലാവരും ആ ഒരു ലേക്കിലുണ്ടെന്ന് പറയുന്നതും അവരെ എല്ലാവരെയും കൊന്ന് ഇവർ ആ ലേക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട സേജ് പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഈ ഗെയിമിൽ ജയിച്ചു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിട്ടൂടെ, ഈ ഗെയിമിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ സീൻ പറയും ഹേയ് സേജ്, നീ ഇപ്പോഴും കള്ളം പറയാണ്, നിങ്ങൾ ഇവിടെ വന്നത് മുതൽ പരസ്പരം ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഡീഗോയുടെ ഫോണ് റിങ് ചെയ്യുന്നു. വില്ല ആ ഫോൺ എടുത്തിട്ട് ഓക്കെ, ഇനി എന്തായാലും നിനക്ക് ഈ ഫോണിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഫോൺ അങ്ങ് കത്തിച്ചു കളയും. എന്നിട്ട് ഇവർ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുമ്പോഴത്തേക്കും നമ്മുടെ സേജ് ചോദിക്കും അല്ല, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ സീൻ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു വലിയ ബുക്ക് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതിൽ ഇവരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ഇവർ കൊന്ന കപ്പിൾസ് ഉണ്ടല്ലോ, അവരുടെ ഫോട്ടോയും അതിനകത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു രണ്ടുപേരെ കൊല്ലുന്നത് അമ്പ് ചെയ്തെല്ലാം, അതും ഇവർ തന്നെയായിരുന്നു. അങ്ങനെ ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോഴത്തേക്കും ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്, അതിൽ രണ്ട് കുട്ടികൾ, ഒരു അച്ഛൻ ഒരു അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതുകൂടി കാണിച്ചിട്ടാണ് ഇവർ പറയുന്നത് ഓക്കെ, എൻ്റെ പേര് തോമസ്, ഇതാണ് ആലീസ്, പിന്നെ ഈ വീട് ഞങ്ങളുടേതാണ്, പിന്നെ ഈ ഫോട്ടോയിൽ കണ്ട ആ ഒരു അച്ഛനും അമ്മയും അത് ഞങ്ങളുടെ അച്ഛനും അമ്മയാണെന്ന് പറയുന്നതും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. അതും നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത, അത് ചിന്തിച്ചാലും അത്രയും വിയേഡായിട്ട് തോന്നുന്നൊരു ട്വിസ്റ്റ് വേറൊന്നുമല്ല. സീനും വില്ലും സഹോദരി സഹോദരന്മാരാണ്, അതും ഒരമ്മയുടെ മക്കൾ. അവിടെയാണ് ഇവർക്ക് സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം ഇവർ പറയുന്നത്, ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നും. ഇവർ കുട്ടിക്കാലം മുതൽ തന്നെ വേറെ ആരോടും ഇങ്ങനെ കളിക്കാനൊന്നും പോവാതെ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് ജീവിച്ചത്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞ് ഇവർ വളർന്നു വരുന്തോറും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരമുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് കൂടിയിട്ട് ഒരു സഹോദരി സഹോദരൻ ബന്ധമല്ലാതെ അത് മറ്റൊരു തലത്തിലേക്ക് പോയി ഇവർ രണ്ടുപേരും സ്വയം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവർ അഡൾട്ടായിട്ട് റൂമിൽ ഒരുമിച്ച് കിടക്കുന്ന കാര്യം ഇവരുടെ അച്ഛനും അമ്മയും കണ്ടിട്ട് ആ അച്ഛനും അമ്മയും ഇവർ രണ്ടുപേരെ എതിർത്ത് അവരെ വഴക്കു പറഞ്ഞ് അവരുടെ ഈ ഒരു ബന്ധമുണ്ടല്ലോ അതിൽ നിന്ന് അവരെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് അത് ഇഷ്ടപ്പെടാതെ സ്വന്തം അച്ഛനും അമ്മയും കൊല്ലുകയാണ് അവർ ചെയ്തത്. എന്നിട്ട് അവരെ രണ്ടുപേരും വലിച്ചെടുത്ത് ആ ഒരു പുഴയിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇതുപോലെ തന്നെ ഒരുമിച്ച് കഴിയുമായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവർ എത്രത്തോളം മാനസികമായിട്ട് സൈക്കോളാണെന്ന്. ആ രീതിയിലാണ് ഇവർ ഇവിടെ വരുന്ന കപ്പിൾസിനെ വെച്ചിട്ട് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്ത് അവസാനം ഒരു ഗെയിം എന്നുള്ള രീതിയിൽ എല്ലാവരെയും കൊല്ലുന്നതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും നമ്മുടെ ഡീഗോയും സേജും പറയും ഓക്കെ ശരി, നിങ്ങൾ ഞങ്ങളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ പറയാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ സീനുണ്ടല്ലോ അവൾ പെട്ടെന്ന് ബേബി എനിക്ക് ഇപ്പോൾ നിന്നെ ആവശ്യമാണ് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടുത്തുള്ള റൂമിനകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡീഗോ സേജിനോട് പറയുന്നത് സേജ്, ഈ ടേപ്പ് പൊട്ടിക്കാനുള്ള ഒരു ഐഡിയ എനിക്കറിയാം, ഞാനത് ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ഈ കൈ വെച്ചിട്ട് മുട്ടിലേക്ക് നല്ല ശക്തിയിൽ 2-3 തവണ ഇടിക്കണം, അങ്ങനെയാണെങ്കിൽ ഈ ടേപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ സേജിനോട് പറഞ്ഞിട്ട് രണ്ടുപേരും അതുപോലെ തന്നെ ഇങ്ങനെ കാലിൻ്റെ മുട്ടിൽ ഇടിക്കുകയാണ്. 2-3 തവണ ഇടിക്കുമ്പോഴത്തേക്കാണ് ഈ ടേപ്പ് പൊട്ടുന്നത്. അങ്ങനെ അതും പൊട്ടിച്ച് ആ കാലിലെ ടേപ്പ് വലിച്ചിളക്കി രണ്ടുപേരും പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അകത്തേക്ക് കയറിയ രണ്ടുപേരുണ്ടല്ലോ സീനും വില്ലും, ഇവർ രണ്ടുപേരും ക്യാമറയിലൂടെ ഈ കാര്യം കാണുമായിരുന്നു. കാരണം അവർ മനഃപൂർവ്വം അങ്ങനെ മാറി നിന്നാണ്. എന്നിട്ട് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഇവരെ കൊല്ലാൻ പോവാണ്. അങ്ങനെ നമ്മുടെ സേജ് നേരെ കിച്ചൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നതും ഡീഗോ വെളിയിലേക്ക് ഓടും. അങ്ങനെ സേജിന്റെ പുറകെ സീൻ വരികയാണ്. ഇപ്പോൾ സേജ് എന്താ ചെയ്യുന്ന വെച്ചാൽ കിച്ചണിലേക്ക് ചെന്ന് ഒരു കത്തി എടുക്കാൻ ശ്രമിക്കുമ്പോൾ സീൻ വന്നിട്ട് അവളെ തടയും. അങ്ങനെ ആ കത്തി എടുക്കാൻ വേണ്ടി രണ്ടുപേരും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യും.
ഒരുപാട് നേരം അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ഒരാൾ കത്തിയെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും മറ്റേ ആൾ സമ്മതിക്കുന്നില്ല, മറ്റേ ആൾ കത്തിയെടുക്കാൻ ചെല്ലുമ്പോൾ അടുത്ത ആൾ സമ്മതിക്കുന്നില്ല. ആ രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ സേജ് സീനിനെ ഇടിച്ചങ്ങ് താഴെക്കിടും. അതുമല്ല അടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്ത് സീനിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി കാണിക്കുമ്പോൾ സേജിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ രക്ഷപ്പെട്ടു പോകുന്നതും ഇവിടെ സീനുണ്ടല്ലോ, അവളുടെ മുഖത്ത് ആ ഗ്ലാസിന്റെ പീസ് കയറിയിട്ട് മുഖം മുറിഞ്ഞു. ഇത് കാരണം സീൻ ഇപ്പൊ അലറി വിളിച്ച് പറയാണ്, വിൽ അവളെ വെറുതെ വിടരുത്, അവളെ എനിക്ക് കൊല്ലണമെന്ന് പറയുന്നതും വില്ലിപ്പോ ഓടി കിച്ചണിലേക്ക് വന്നിട്ട് അവളുടെ മുഖം കാണുമ്പോൾ ദേ എന്റെ മുഖം കണ്ടോ ഈ അവസ്ഥയിലാക്കി അവളെ പോയി കൊല്ലാൻ പറയുമ്പോൾ അവൻ അവളുടെ പിറകെ സേജിന്റെ പുറകെ പോവും. ഇവിടെ സേജ് ആണെങ്കിലോ അവളിപ്പോൾ വെളിയിലേക്ക് വന്നിട്ട് ഒരു കോടാലി എടുത്ത് അതും കൊണ്ട് ഓടുന്നു. ഡീഗോ ആണെങ്കിൽ ഇപ്പോഴും ഈ വീടിനകത്ത് തന്നെ നിൽക്കാണ്. അതുകൊണ്ട് ഡീഗോയെ കൊല്ലാൻ വേണ്ടി സീൻ ആ കത്തിയെടുത്ത് അവന്റെ പേര് വിളിച്ചിട്ട് അവനെ അന്വേഷിച്ച് പോകുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് കാട്ടും. രണ്ടുപേരും അന്വേഷിക്കുന്ന പോകുന്ന സമയത്താണ് നമ്മുടെ വില്ലും സേജും ഈ വീടിന് മുന്നിലായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ സേജിന്റെ കയ്യിൽ ആ കോടാലിരിക്കുന്നുണ്ട്. അവൾ പറയും അടുത്തേക്ക് വന്നാൽ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ വില്ല് അങ്ങനെ സാധാ രീതിയിൽ അവളുടെ മുന്നിൽ നിന്നിട്ട്, ഓ നീ അങ്ങനെ ചെയ്യുമല്ലേ, ശരി നീ അങ്ങനെ ചെയ്തോ, പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നിന്നെ എന്തായാലും കൊല്ലും. അതിനു മുന്നേ നിനക്കൊരു അവസരം തരാം, എൻ്റെ തല ഞാൻ മുന്നിലേക്ക് വെച്ച് തരാം, കഴിയുമെങ്കിൽ നീ അത് വെട്ട് എന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് തല ഇങ്ങനെ വെച്ചിട്ട് 1 2 3 എന്നിങ്ങനെ എണ്ണുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സേജിനെ കൊണ്ട് അവന് വെട്ടാൻ കഴിയുന്നില്ല. എന്നിട്ട് അവൻ മാറി എന്നിട്ടാണ് പറയുന്നത്, എനിക്കറിയാം നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന്, കാരണം നീ ഡീഗോയെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല, നീ അവനെ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടല്ലേ. ഓക്കെ ശരി, നിനക്ക് ഒരവസരം കൂടി തരാം എന്ന് പറഞ്ഞ് വീണ്ടും തല മുന്നിലേക്ക് വെച്ചിട്ട് ഇത്തവണ അവൻ 1 2 എന്ന് പറഞ്ഞ് എണ്ണുമ്പോഴത്തേക്കും സേജി അവനെ വെട്ടാൻ തുടങ്ങാണ്. പക്ഷെ അവ ഒഴിഞ്ഞു മാറും. അങ്ങനെ 2 3 തവണ അവൾ വെട്ടാനായിട്ട് വരുന്നതും അവസാനം അവൻ ആ ഒരു കോടാലി കയറി പിടിക്കും. എന്നിട്ട് അവൻ നിന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ അവന്റെ പ്രധാന ഭാഗത്ത് ഒരു ചവിട്ടും കൊടുത്തിട്ട് ആ കോടാലി താഴെയിട്ട് ഒരു ഒറ്റ ഓട്ടം. ഇപ്പോ വില്ലെന്താ ചെയ്യുന്ന വെച്ചാൽ എഴുന്നേറ്റ് ആ ഒരു കോടാലി എടുത്ത് അവളുടെ പിറകെ വന്ന് കോടാലി എടുത്തൊരു ഒറ്റയേറ് ജസ്റ്റ് മിസ് അടുത്തുള്ള ഒരു മരത്തിലാണ് ആ കോടാലി തറച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ അടുത്തുള്ള ആ ഒരു ഷെഡിനടുത്തേക്ക് കയറിയിട്ട് ഈ മരം മുറിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അതെടുത്ത് ഇതും സ്റ്റാർട്ട് ചെയ്ത് ഇവരുടെ പിറകെ വരികയാണ്. ഇവിടെ അകത്ത് നമ്മുടെ സീനാണെങ്കിലോ ഡീഗോയെ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്ന് അവസാനം ഡീഗോയെ കണ്ടുപിടിച്ചു. അവനാണെങ്കിൽ കാല് വയത്തത് കൊണ്ട് മുടന്തിയാണ് നടക്കുന്നത്. അതുമല്ല അവന്റെ കയ്യിൽ 2 കമ്പി ഇരിപ്പുണ്ട്. അതും വെച്ച് അവൻ നേരെ മെയിൻ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും മുന്നിൽ നമ്മുടെ സീൻ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവനെ വെട്ടാൻ വേണ്ടി ആ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ വെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു കമ്പി ഉപയോഗിച്ച് അവളെ അടിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. അവസാനം രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് താഴേക്ക് വീണിട്ട് സീൻ ഇപ്പോൾ ആ കത്തി ഉപയോഗിച്ച് അവന്റെ തൊടയിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൊ അവൻ എന്താ ചെയ്യുന്നത്, സീനിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ ചവിട്ട്. അവള് ബോധമില്ലാതെ താഴെ വീഴുന്നതും ഇവൻ ആ കത്തി വലിച്ചൂരി അവിടെ നിന്നും വെളിയിലേക്ക് പോവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സീൻ അങ്ങനെ എഴുന്നേൽക്കുന്നു. വെളിയിൽ വില്ലിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോഴും അതും കൊണ്ട് സേജിനെ കണ്ടുപിടിക്കാൻ നടക്കാണ്. പക്ഷെ അവളെ എവിടെയും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ സീൻ ഇപ്പോൾ എഴുന്നേറ്റ് ഡീഗോയെ കണ്ടുപിടിക്കാൻ വേണ്ടി വീടിന് വെളിയിലേക്ക് വരും. എന്നിട്ട് ആ ബോട്ട് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ അതിന് മുകളിലുള്ള ആ ഒരു തടിപ്പാലമുണ്ട്, അതിലൂടെ നടന്നു വരുന്നതും അതിനടിയിലായിട്ട് തന്നെ നമ്മുടെ ഡീഗോ നിൽപ്പുണ്ട്. പക്ഷെ അവൾ അത് കാണുന്നില്ല. ഒരവസരത്തിൽ അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ആ കമ്പി എടുത്ത് അവളുടെ കാലിലേക്ക് കുത്തിയങ്ങ് ഇറക്കും. ഇപ്പൊ അവള് വേദന കാരണം വില്ലിനെ വിളിച്ചിട്ട് ഡീഗോനെ കൊല്ലി, അവൻ എന്റെ കാലിൽ കമ്പി ഇറക്കിയെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അപ്പോൾ ഡീഗോ ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വീടിനടുത്ത് ചെന്നിട്ട് സേജിനെ വിളിക്കും. സേജ് നീ എവിടെയാണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേറെ ആരോ സേജിനെ വിളിക്കുന്നു. ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് വില്ലാണ്. അവൻ അങ്ങനെ നിന്നിട്ട് സേജ് എന്നും പറഞ്ഞ് ആ മെഷീനെ സ്റ്റാർട്ട് ചെയ്ത് അവന്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഡീഗോ പുറകിലേക്ക് നടന്ന് പെട്ടെന്ന് താഴേക്ക് വീഴുമ്പോൾ വില്ല് പറയും, ഹേയ് നോക്കി നടക്കണ്ടേ, ശരി ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ആ മെഷീൻ അങ്ങനെ കൊണ്ടുവന്ന് അവനെ വെട്ടാനായിട്ട് ഇങ്ങനെ ഓങ്ങുന്നതും വില്ലിന്റെ തലയിൽ ഒരു കോടാലി ഇറങ്ങുന്നു. വേറെ ആരുമല്ല, പുറകിൽ നമ്മുടെ സേജ് കോടാലി കൊണ്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ വിട്ടുകൊണ്ട് അവൻ തിരിഞ്ഞിട്ട് ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കല്ലേ അതും കൊണ്ട് താഴേക്ക് വീഴുന്നതും ആ മെഷീൻ അവന്റെ തലയിൽ തന്നെ തറച്ച് അവന്റെ തല അങ്ങനെ കട്ട് ചെയ്യാണ്. രക്തമെല്ലാം നല്ലതുപോലെ തെറിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സേജിന്റെ മുഖം മുഴുവൻ രക്തമായി. അവസാനം രണ്ടുപേരും എഴുന്നേറ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ആ ബോട്ടിനടുത്തേക്ക് പോവാണ്. കാരണം കാറും കൊണ്ട് ഇനി ഇപ്പോൾ എന്തായാലും ഇവർക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ പോകുമ്പോൾ തന്നെ ഡീഗോ സേജിനോട് പറയുന്നുണ്ട്, സേജ് ഇനി എന്തായാലും ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ ആ ബുക്ക് എഴുതും, നീ എന്നെ സഹായിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാന്നെല്ലാം പറഞ്ഞ് ഇവർ ആ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ സീനിനെ കാണാനില്ല. ഇവളെവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ബോട്ടിലേക്ക് കയറി. നമ്മുടെ സേജാണ് ഇപ്പോൾ ബോട്ട് ഓടിക്കാൻ പോകുന്നത്. അങ്ങനെ ബോട്ട് ഓടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും സീനുണ്ടല്ലോ അവള് ഇവരെ കൊല്ലാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഡീഗോ പറയും പെട്ടെന്ന് ബോട്ട് എടുക്കാൻ പറയുന്നതും അതിന് മുന്നേ തന്നെ സീൻ ആ ബോട്ടിനകത്തേക്ക് ചാടിക്കയറും. ആ സമയത്ത് സേജ് ആണെങ്കിലോ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതും ഇപ്പോൾ സീനും ഡീഗോയും ബോട്ടിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. അതുപോലെ ഓരോ അവസരത്തിലേ സീൻ ഡീഗോയെ കുത്താനായിട്ട് വരുമ്പോൾ സേജ് ഈ ബോട്ട് തിരിക്കുന്നതും അവിടെ 2 വശങ്ങളിലേക്ക് മാറി ഇങ്ങനെ വീഴും. അങ്ങനെ ഓരോ അവസരത്തിൽ നമ്മുടെ ഡീഗോയുടെ കയ്യിൽ ആ ഒരു കോടാലി കിട്ടിയിട്ട്
അത് വെച്ച് ഇങ്ങനെ വീശി കൊടുക്കുന്നതും സീൻ തെറിച്ച് ഈ ബോട്ടിന്റെ പുറകിലേക്ക് പോകും. അപ്പോൾ ഇവർ വിചാരിക്കും അവള് വെള്ളത്തിലേക്ക് വീണു എന്ന് വിചാരിക്കുമ്പോൾ വീണിട്ടില്ല. അവൾ അതിൽ പിടിച്ചിട്ട് മുകളിലേക്ക് കയറി വരുന്നതും ഡീഗോ എന്താ ചെയ്യുന്നറിയോ, അവളുടെ കയ്യിലേക്ക് ആ കോടലി വെച്ചൊരു ഒറ്റ വിട്ട് ഇത്തവണ അവളുടെ പിടിവിട്ട് നേരെ ബോട്ടിന് താഴേക്കൊന്ന് വീഴും. അങ്ങനെ അവൾ പോയെന്ന് വിചാരിച്ച് ഇവർ ബോട്ട് അവിടെ നിർത്തി സമാധാനത്തിൽ നിൽക്കുന്നതും സീനുണ്ടല്ലോ അവൾ പിന്നെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് അങ്ങനെ വന്ന് നിൽക്കുന്നതും ഡീഗോ ഇത് കണ്ടിട്ട് അവളെ അങ്ങനെ തിരിഞ്ഞു നോക്കി കോടാലി വെച്ചൊരു ഒറ്റ വിട്ട് അവളുടെ വായങ്ങ് മുറിഞ്ഞു പോകും. എന്നിട്ട് അവൾ പതിയെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നതും അവിടെ വീണ്ടും നീന്തി വരുന്നു. ഇത് കണ്ട ഡീഗോ പറയും, സേജ് ബോട്ട് റിവേഴ്സ് എടുക്ക്, ബോട്ട് റിവേഴ്സ് എടുക്കാൻ പറയുന്നതും സേജ് അങ്ങനെ ബോട്ട് റിവേഴ്സ് എടുക്കുന്നതും ഇതിന്റെ ആ ഒരു മോട്ടറിന്റെ ഫാൻ ഉണ്ടല്ലോ അത് സീനിന്റെ മുഖത്തേക്ക് അടിച്ച് അവളുടെ മുഖമെല്ലാം പൊട്ടിച്ച് അവള് ആ വെള്ളത്തിൽ വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൊന്നിട്ട് അവസാനം രണ്ടുപേരും ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറേ ദൂരം പോയി. കുറേ കഴിഞ്ഞിട്ട് ഈ ബോട്ട് നിർത്തി അങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ബോട്ടിൽ സീനിന്റെ കൈവിരലുകൾ ഡീഗോ വെട്ടിയിരുന്നല്ലോ, അതിലൊരു വിരല് ഇതീ കിടപ്പോടെ അതിൽ മോതിരമുണ്ട്. അങ്ങനെ ആ മോതിരം ഡീഗോ അതിൽ നിന്ന് വലിച്ചൂരി സേജിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവളാണെങ്കിലോ ഹാപ്പി ആയിട്ട് കൈ നീട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മോതിരം ഇട്ട് കൊടുക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടെസ്റ്റുകൾ ഈ മൂവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.